എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വളരെ സന്തോഷം നൽകുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കൂളുകൾ വഴി നമുക്ക് ലഭിക്കുന്ന ഭക്ഷ്യക്കിറ്റിന് പകരമായിട്ടുള്ള ഭക്ഷ്യ കൂപ്പണും അരിയും വിതരണം ചെയ്യാൻ തുടങ്ങുകയാണ്. അതിനെക്കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സ്കൂളുകൾ നേരത്തെ അടച്ചത് മുതൽ നമുക്ക് 2 തവണയായിട്ട് ഇപ്പോൾ ഭക്ഷ്യക്കിറ്റും അരിയും സ്കൂളുകളിൽ നിന്ന് ലഭിച്ചിരുന്നു. ഇപ്പോൾ ഇതാ അതിന്റെ 3ാം ഘട്ടമായിട്ട് നമുക്ക് അരിയും ഭക്ഷ്യക്കിറ്റും ലഭിക്കാൻ പോകുന്നു. ഭക്ഷ്യക്കിറ്റ് ഈ തവണ ലഭിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ പോയി വാങ്ങാവുന്ന അവസ്ഥയിലാണ്. പക്ഷെ അരിയുടെ വിതരണം സ്കൂളുകൾ വഴി തന്നെയാണ്. നമുക്കറിയാം, പ്രീ പ്രൈമറി, LP, UP 3 വിഭാഗങ്ങളിലായിട്ടാണ് ഇതിന്റെ ഒരു വിതരണം ഉള്ളത്. അപ്പൊ 3 വിഭാഗത്തിനും വ്യത്യസ്തമായിട്ടാണ് ഇത് ലഭിക്കുന്നത്. എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് 2 കിലോ അരിയും 300 രൂപയുടെ ഭക്ഷ്യ കൂപ്പണുമാണ് ലഭിക്കുന്നത്. ഈ കൂപ്പൺ വെച്ചിട്ട് നമുക്ക് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ, മാവേലി സ്റ്റോറുകളിലൊക്കെ പോയിട്ട് നമുക്ക് ഈ ഫുഡ് കിറ്റ് വാങ്ങാവുന്നതാണ്. ഈ 300 രൂപക്ക് തുല്യമായിട്ടുള്ള ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് കൈപ്പറ്റാവുന്നതാണ്. LP വിഭാഗത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 6 കിലോ അരിയും 300 രൂപയുടെ ഭക്ഷ്യ കൂപ്പണുമാണ് ലഭിക്കുന്നത്. ഇനി UP വിഭാഗത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 10 കിലോ അരിയും 500 രൂപയുടെ കൂപ്പണുമാണ് ലഭിക്കുന്നത്. ഈ കൂപ്പൺ ഉപയോഗിച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ പോയിട്ട് നമുക്ക് ഭക്ഷ്യ സാധനങ്ങൾ വാങ്ങാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കൈപ്പറ്റാവുന്നതാണ്. ഇതുവരെ നമുക്ക് ലഭിച്ചിരുന്നത് ഭക്ഷ്യ കിറ്റ് രൂപത്തിലായിരുന്നു. സ്കൂളുകളിലേക്ക് ആവശ്യമായിട്ടുള്ള കിറ്റ് നൽകിയിരുന്നത് സപ്ലൈകോ തന്നെയായിരുന്നു. റേഷൻ കടയിലേക്ക് യഥാക്രമം കിറ്റുകൾ തയ്യാറാക്കി നൽകാൻ കഴിയാത്തതുകൊണ്ട് സപ്ലൈകോ സ്കൂളുകളിലേക്ക് ആവശ്യമായിട്ടുള്ള കിറ്റുകൾ തയ്യാറാക്കി നൽകാൻ കഴിയുകയില്ല എന്ന് സപ്ലൈകോ വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു കൂപ്പണിലേക്ക് എത്തിയത്. ഇപ്പോൾ ആ ഒരു കൂപ്പണിന്റെ വിതരണം സ്കൂളുകൾ വഴി വിതരണം ചെയ്യാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിലെ ഉച്ചഭക്ഷണത്തിന് പകരമായിട്ടുള്ള തുകക്കുള്ള കിറ്റാണ് ഇപ്പോൾ വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ അടുത്ത ഘട്ടം പിന്നീട് ഉണ്ടാകും. അപ്പം ഈ ഒരു കൂപ്പൺ അടുത്ത ആഴ്ച മുതൽ തന്നെ സ്കൂളുകൾ വഴി വിതരണം ചെയ്തു തുടങ്ങും. നമുക്ക് അരിയും കൂപ്പണുകളെല്ലാം സ്കൂളുകളിലേക്ക് എത്തി തുടങ്ങി എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അടുത്ത ആഴ്ചകളിൽ തന്നെ ഇതിന്റെ ഒരു വിതരണം ഉണ്ടാകും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു ക്ലാസ്സിലെ ഓരോ ഡിവിഷൻ അടിസ്ഥാനത്തിലായിരിക്കും ഇതിന്റെ ഒരു വിതരണം. നിങ്ങളുടെ കുട്ടി പഠിക്കുന്ന ക്ലാസ് ഗ്രൂപ്പുകളിൽ ക്ലാസ് ടീച്ചർമാർ ഇത് എന്ന് വിതരണം ചെയ്യുമെന്നുള്ളത് വ്യക്തമായി അറിയിക്കും. ആ സമയത്ത് രക്ഷിതാക്കൾ പോയിട്ട് വേണം ഈ ഒരു കൂപ്പണും അരിയും കൈപ്പറ്റാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകളും റേഷൻ അപ്ഡേറ്റുകളും ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.